നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. ആദ്യം ഒരു മരണവാർത്തയിലേക്കാണ് പോകുന്നത്. പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. ഛായാമുഖി, മഹാസാഗരം തുടങ്ങി പ്രശസ്ത നാടകങ്ങളെ അരങ്ങിലെത്തിച്ച കലാകാരനാണ് അദ്ദേഹം. ശ്വാസകോശം സംബന്ധിച്ച അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വി വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത്? ഈ സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ടോ? വിനോദ്, മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലാണുള്ളത്. ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് പ്രശാന്ത് നാരായണന്റെ ഭൗതികദേഹമുള്ളത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയും ആശുപത്രിയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ അലട്ടിയിരുന്നു. ഡയാലിസിസ് ചെയ്യുകയായിരുന്നു. സുഹൃത്തുക്കളാണ് രാവിലെ ഈ അവശനിലയിൽ കണ്ടെത്തുകയും വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. മറ്റൊരു കേന്ദ്രത്തിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അവിടെ വെച്ചാണ് ഈ ആരോഗ്യ പ്രശ്നം കൂടുതൽ വഷളാകുന്നത്. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ ഭൗതികദേഹം ഉള്ളത് ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ്. ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രശാന്ത് നാരായണന്റെ മരണം അത് തൊട്ടു മുമ്പാണ് വാർത്തയെത്തിയത്. ഛായാമുഖി പോലുള്ള, മഹാസാഗരം പോലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരുപാട് നാടകങ്ങളുടെ പിന്നിലെ പ്രവർത്തകനാണ്. അതിനെ അരങ്ങിലെത്തിച്ച പ്രതിഭയാണ്, കലാകാരനാണ്. ശ്വാസകോശം സംബന്ധിച്ചുള്ള അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്താണെങ്കിലും ഇപ്പോൾ മൃതദേഹം ജനറൽ ആശുപത്രി അവിടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിനോദ് നൽകുന്ന വിവരം. വിനോദ്, അവിടെ നിന്നും ആശുപത്രിയിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ തന്നെ വി വിനോദ് ഇപ്പോൾ തത്സമയം ചേരുകയും ചെയ്യും. പ്രശാന്ത് നാരായണൻ ഏതാണ്ട് 30 വർഷത്തിലേറെ നാടകരംഗത്ത് വളരെ സജീവമായിരുന്ന ഒരു കലാകാരനാണ് പ്രശാന്ത് നാരായണൻ. അദ്ദേഹത്തിൻ്റെ കലാരൂപങ്ങൾ ഒരുപാട് ശ്രദ്ധ നേടുകയും ഒരുപാട് അപ്രിസിയേഷൻ ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. വി വിനോദ് വീണ്ടും ചേരുന്നുണ്ട്. വിനോദ്, ജനറൽ ആശുപത്രിയിലല്ലേ വിനോദ് ഉള്ളത്? ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണോ കൂട്ടിനുള്ളത് ഈ അവസാന യാത്രയിൽ? നമ്മളിപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ മുന്നിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെയാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ വസതിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ നാടക പാരമ്പര്യമുള്ള ഒരു സാംസ്കാരിക മുഖം തലസ്ഥാനത്തേക്ക് സംബന്ധിച്ച്, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ സംബന്ധിച്ച് അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. 30 വർഷത്തിലധികം നീണ്ട കലാജീവിതം, അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഛായാമുഖി പോലുള്ള നാടകങ്ങൾ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി അദ്ദേഹം തയ്യാറാക്കിയ ഛായാമുഖി, അതോടൊപ്പം തന്നെ കാവാലം, നെടുമുടി വേണു, ജഗന്നാഥൻ തുടങ്ങിയവരുമായുള്ള ദീർഘകാലത്തെ ബന്ധം, ഇതെല്ലാം തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ ജീവിതം അല്ലെങ്കിൽ കലാപരമായ ജീവിതവുമായി ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. 15ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം നാടകങ്ങൾ എഴുതി തുടങ്ങിയിരുന്നു. 30ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. കഥകളി സാഹിത്യകാരൻ, അധ്യാപകൻ, പത്രപ്രവർത്തകൻ, നാടക രചയിതാവ്, സംവിധായകൻ, നടൻ, വാഗ്മി, കോളമിസ്റ്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനായിരുന്നു. 2008 മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തിയാണ് ഛായാമുഖി വേദിയിലെത്തിച്ചത്. ആ ഒരു നാടകം തന്നെ അത് കേരളത്തിൻ്റെ നാടക രംഗത്തെ വലിയ തോതിൽ മാറ്റിമറിച്ച അല്ലെങ്കിൽ ഒരു വിസ്മയകരമായ കാഴ്ചാനുഭവമായിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടകമായിരുന്നു. അത്തരത്തിൽ ഈ വലിയ കഴിവുള്ള 2 ആളുകളെ സിനിമയിലൊക്കെയും ഏറ്റവും സജീവമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി നിന്ന ആളുകളെ കൊണ്ടുവന്ന് നാടകത്തിൻ്റെ വേദിയിലെത്തിച്ച് അവരെ വലിയ പരീക്ഷണം നടത്തി. ആ പരീക്ഷണം വിജയിപ്പിച്ച വലിയ നാടകകാരനായിരുന്നു എന്ന് പറയാതെ ഗൗരവത്തോടു കൂടി കാണുകയും അതിനെ അരങ്ങിൽ ആ പരീക്ഷണങ്ങൾക്ക് മുതിരുകയും അതിന് കയ്യടി നേടുകയും ചെയ്ത ഏറ്റവും വലിയ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ക്ഷണപ്രകാരം അവിടെയും അദ്ദേഹം നാടകം അവതരിപ്പിക്കുകയും അവരുടെ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിരുന്നു. പത്രത്തിന് വേണ്ടി, ഒരു വർത്തമാന പത്രത്തിന് വേണ്ടി MDയുടെ ജീവിതവും മികച്ച കൃതികളും കോർത്തിണക്കി ചെയ്ത മഹാസാഗരം എന്ന നാടകം, അതും ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
അത്തരത്തിൽ എപ്പോഴും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച ഒരു കലാകാരൻ. അദ്ദേഹം അഭിനയവും സംവിധാനവും എഴുത്തും പത്രപ്രവർത്തനവും എല്ലാം കോർത്തിണക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വൈവിധ്യങ്ങളായിരുന്നു നിറഞ്ഞിരുന്നത്. അത്തരത്തിൽ എല്ലാ കാലവും കൈവച്ച മേഖലകളിലെല്ലാം ശോഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെയാണ് ജനറൽ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹമുള്ളത്. അല്പസമയത്തിനുള്ളിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ അദ്ദേഹത്തെ ഓർക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ട്. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയം, അതായത് ഒരു ഇവിടെ നമ്മുടെ ശംഖുമുഖത്തുള്ള പ്രതീക്ഷ എന്നും പറഞ്ഞുകൊണ്ട് പ്രശസ്ത നാടക കലാകാരൻ പ്രശാന്ത് നാരായണന് വിട പറയുകയാണ്. തൊട്ടു മുമ്പാണ് മരണം സംഭവിച്ചത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 30 വർഷത്തിലേറെ നീണ്ട ഒരു നാടക പ്രവർത്തനം, ആ നാടക പ്രവർത്തനം, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തനം, ഒരു ബഹുമുഖ പ്രതിഭ എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കേരളത്തിന്, സാംസ്കാരിക ലോകത്തിന് നഷ്ടമാകുന്നത്. ഇപ്പോൾ വി വിനോദാണ് ചേർന്നത് ജനറൽ ആശുപത്രിയിൽ. സ്പോട്ട്ലൈവ് അടുത്ത വാർത്തയിലേക്ക് പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികളാണ്. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഈ ഹർഷീനയ്ക്ക് നീതി എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ ഒടുവിൽ? ഹർഷീനയുടെ സമരം, അത് കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു സമരമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികളാണ് എന്നുള്ളതാണ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉള്ളത്. അതിൻ്റെ വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും കോഴിക്കോട് നിന്ന് അല്പസമയത്തിനകം തന്നെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായുള്ള പരാതി ഹർഷീന ഉയർത്തിയത്. ആശുപത്രി അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അനീഷ്, ഞാൻ ചോദിച്ചത് ഹർഷീനയുടെ ഒരു നീതി കിട്ടുന്ന തരത്തിലേക്ക് എത്തുമോ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ? തീർച്ചയായും ഹർഷീനയുടെ വാക്കുകളിൽ തന്നെ ഒരു നീതി പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ 2 ആരോഗ്യ സംഘങ്ങൾ ഈ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഹർഷീനയുടെ വയറ്റിൽ കത്തിയെത്തിയത്, അല്ലെങ്കിൽ ഈ കത്രിക കുടുങ്ങിയത് സത്യമെന്ന് പറയുമ്പോഴും അതെങ്ങനെ വന്നു, ആരുടെ അനാസ്ഥ കൊണ്ട് ഇതെത്തി എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിലെത്താൻ ആ അന്വേഷണങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ആരംഭിച്ച പോലീസിന്റെ അന്വേഷണ സമയത്തും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആരും കുറ്റക്കാരല്ല, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഈ കത്രിക കുടുങ്ങിയത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നപ്പോഴൊക്കെ പോലും ഈ നിലപാടിലാണ് ഉറച്ചത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ 4 പേരെ പ്രതികളാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. നേരത്തെ 4 ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിയുമായ ഡോക്ടർ M ഷഹന, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമായ M രഹന, KG മഞ്ജു എന്നിവരാണ് ഈ കേസിൽ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു. ഇവർക്കെതിരെ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ആ കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മനഃപൂർവ്വമായല്ല ഇവർ ഈ കൃത്യം ചെയ്തതെന്നാണ് പോലീസ് കരുതുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥ ഈ ഹർഷീനയുടെ വയറ്റിൽ ഈ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇക്കാര്യങ്ങൾ കുറ്റപത്രത്തിൽ പറയുകയും ചെയ്തിരുന്നു. ആകെ 750 പേജുള്ള കുറ്റപത്രമാണ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 60 സാക്ഷികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2017 നടത്തിയ ഒരു MRI സ്കാനിംഗ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക തെളിവായി പോലീസിന് ലഭിച്ചത്. കാരണം 2012ലും 2017ലും 2 വട്ടം ഈ പ്രസവ ശസ്ത്രക്രിയയ്ക്കായി ഹർഷീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം
കൊല്ലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു സ്കാനിംഗ് നടത്തിയിരുന്നു. ആ സ്കാനിങ്ങിൽ വയറ്റിനുള്ളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പുറത്തു നിന്നുള്ള വസ്തു ഉള്ളതായി കണ്ടെത്തിയിരുന്നില്ല. ഇതിനുശേഷമാണ് പിന്നീട് ഹർഷീനയുടെ മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നടക്കുന്നത്. അവിടെ നടന്ന ശേഷം പിന്നീട് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് വയറ്റിൽ വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെട്ടത്. 2017 നവംബർ 30 ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് വലിയ രീതിയിലുള്ള വയറുവേദന ഹർഷീനയ്ക്ക് അനുഭവപ്പെടുന്നു. വിവിധ ആശുപത്രികളിലായി മാറി മാറി ചികിത്സ തേടുന്നു. എങ്കിലും ഒരു ഫലവും കണ്ടെത്തുകയും ചെയ്തില്ല. പിന്നീട് 2022 കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നടത്തിയ CT സ്കാനിങ്ങിലാണ് ഈ ഹർഷീനയുടെ മൂത്രസഞ്ചിയിൽ ഒരു കത്രിക കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്ത് ഇത് പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും ഒക്കെ ഹർഷീന സമീപിച്ചത്. എന്നാൽ അതിന് പിന്നീട് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കത്രിക കുടുങ്ങി എന്ന് കണ്ടെത്തുകയും എന്നാൽ ആരാണ് ഇതിനുള്ള കുറ്റക്കാർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണോ ഈ കത്രിക കുടുങ്ങിയത് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഫെബ്രുവരി 26 ഹർഷീന സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകി. അദ്ദേഹത്തിന്റെ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള അന്വേഷണം നടക്കുകയും പ്രതികളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന് ഏറ്റവും നിർണായകമായി മാറിയത് 2017 കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ സ്കാനിംഗ് റിപ്പോർട്ടാണ്. ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ വയറ്റിനുള്ളിൽ കത്രിക അടക്കമുള്ള ഒരു ഉപകരണം കാണുന്നുണ്ടായില്ല. എന്നാൽ പിന്നീട് മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ കത്രിക കുടുങ്ങിയതെന്ന് പിന്നീട് നടന്ന സ്കാനിംഗ് റിപ്പോർട്ടിൽ തെളിയിക്കുകയും ചെയ്തു. ഒപ്പം പോലീസ് ഈ കത്രിക അടക്കമുള്ള വസ്തുക്കൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ഈ ആശുപത്രിയിലെ മറ്റ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്തു നോക്കിയിരുന്നു. ഈ ഡോക്ടർമാരുടെ ഗൈനക്കോളജിയിൽ ചെല്ലുന്ന ഡോക്ടർമാരുടെ ഗൗണുകളും മറ്റും അണിഞ്ഞ് പോലീസുകാർ ഈ ശസ്ത്രക്രിയാ വാർഡിനുള്ളിൽ ശസ്ത്രക്രിയാ മുറിക്കുള്ളിൽ കയറി പരിശോധന നടത്തി. അവിടെ ഈ തിയേറ്ററിനുള്ളിൽ വെച്ച് ഈ വയറ്റിൽ കുടുങ്ങിയ ഈ ശസ്ത്രക്രിയാ ഉപകരണവും ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന മറ്റ് ശസ്ത്രക്രിയ ഉപകരണങ്ങളും പരിശോധിച്ചപ്പോൾ ഇവ രണ്ടും ഒന്നാണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അതേ തുടർന്നാണ് ഈ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയതെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ആ സമയത്തെ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ആരോഗ്യ പ്രവർത്തകരാണ് ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെന്ന് കണ്ടെത്തി. പിന്നീടാണ് 4 പ്രതികളിലേക്ക് പോലീസ് എത്തിയതും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് മാത്രം തന്റെ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് ഹർഷീന പറയുന്നത്. കാരണം അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് പോരാട്ടത്തിന്റെ ഒരു നാൾവഴി ഉണ്ടല്ലോ ഹർഷീനയ്ക്ക്. ഇത്രമാത്രം ഒരു നീതിയിലേക്ക് എത്താൻ ഹർഷീന നടത്തിയ പോരാട്ടം അത് കേരളം മുഴുവൻ കണ്ടതാണ്. വലിയ വിവാദങ്ങൾക്കും അത് രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചതുമാണ്. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ ഒരു പ്രതികരണം ഹർഷീന നൽകാൻ തയ്യാറായിട്ടുണ്ടോ? ഹർഷീനയുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അനീഷ്? ഹർഷീന തീർച്ചയായും നീതി പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഹർഷീന പറഞ്ഞത്. കാരണം ഒരു തരത്തിൽ പോലും നീതിയുടെ ഒരു വെളിച്ചം എങ്ങൊന്നും ലഭിക്കില്ല എന്ന് പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തു നിന്നുമാണ് പോലീസ് ഈ കേസ് ഇത്ര വരെ എത്തിച്ചിരിക്കുന്നത്. കാരണം ആദ്യ 2 തവണ ഈ ആഭ്യന്തര അന്വേഷണം ഈ ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയില്ല അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ കത്രിക ഉള്ളിൽ കുരുങ്ങാൻ കാരണമായതെന്ന് കണ്ടെത്തിയില്ല. ഒപ്പം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ നിന്ന് തന്നെയാണോ ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയതെന്ന രീതിയിലും ഒരു സംശയം അവർ പ്രകടിപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ വിശദീകരണം നൽകാൻ അവർ സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് അന്വേഷണം നടക്കുമ്പോഴും മെഡിക്കൽ ബോർഡും മറ്റും യോഗം ചേർന്നപ്പോഴും ഈ കത്രിക എവിടെ നിന്ന് അല്ലെങ്കിൽ ആരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയതെന്ന ഒരു ചോദ്യത്തിന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു ഘട്ടത്തിലും ഉത്തരം നൽകിയില്ല. അത്തരത്തിൽ കുഴിച്ചു മൂടപ്പെടുമോ എന്ന് കരുതിയ ഒരു കേസാണ് പിന്നീട് പോലീസിന്റെ അന്വേഷണം കൊണ്ട് തന്നെ കൃത്യമായ ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ച് അല്ലെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ഈ കത്രിക വിധേയമാക്കി ഈ ഗൗണും മറ്റും ധരിച്ച് ഈ ശസ്ത്രക്രിയ മുറിയിൽ കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയുള്ള പരിശോധന നടത്തുന്നു. പിന്നീട് 2017 12 ഒപ്പം 2022 ഈ സ്കാനിംഗ് റിപ്പോർട്ടുകൾ അപഗ്രഥിച്ചുള്ള വിദഗ്ധരുടെ സഹായത്തോടുള്ള പഠനം ഇതിലൊക്കെ കൂടി ആകെ ഒരു കുറ്റപത്രം സമർപ്പിക്കാവുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലൊരു ക്രൈം ഒരു കുറ്റകൃത്യം നടന്നു എന്ന ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നതും ആരാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നീതി ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെ
ഹർഷീനയ്ക്കുണ്ട്. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിക്കുക അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളിലേക്ക് തീരുക എന്നതുകൊണ്ട് മാത്രം തന്റെ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല എന്ന് ഹർഷീന പറയുന്നു. കാരണം 2 ലക്ഷം രൂപയാണ് സർക്കാർ നേരത്തെ നിശ്ചയിച്ച് നൽകിയ ഒരു നഷ്ടപരിഹാരം. ഈ തുകയിൽ താൻ തൃപ്തയല്ല. തനിക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഈ ശസ്ത്രക്രിയയിൽ തുടർന്ന് ഈ കത്രിക വയറ്റിൽ കുരുങ്ങിയത് മൂലം പിന്നീട് വലിയ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു. ഇപ്പോഴും പൂർണ്ണ തോതിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ വലിയ കഠിനമായ ജോലികൾ ചെയ്യുന്നതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. 3 കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. വളരെ ചെറിയ കുട്ടികളാണ്. അവരെ വളർത്തുന്നതിന് പോലും ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ആരോഗ്യരംഗത്തെ ഗുരുതരമായ അനാസ്ഥകൾ, രോഗികളുടെ ജീവിതം പോലും പന്താടി നടത്തുന്ന ഇത്തരം അലക്ഷ്യമായ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഒരു ശിക്ഷ മാതൃകാപരമായി ലഭിക്കണം. ഒപ്പം വലിയ തോതിലുള്ള നഷ്ടപരിഹാരം ഇക്കാര്യത്തിൽ ലഭിച്ചാൽ മാത്രമേ കൃത്യമായൊരു ജാഗ്രത ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവൂ എന്ന ഉറച്ച നിലപാടിലാണ് ഹർഷീന. അതുകൊണ്ട് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഒരു കേസ് നൽകാൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസിലേക്ക് ആവശ്യമായ പണം നാട്ടുകാരിൽ നിന്നും പിരിച്ച് മുന്നോട്ട് പോകുമെന്നും ഹർഷീന പറയുന്നുണ്ട്. അത്തരത്തിൽ പോരാട്ടം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കുറച്ചധികം നാളുകളായി ഹർഷീനയുടെ ജീവിതം. മെഡിക്കൽ കോളേജിന്റെ മുൻവശത്ത് പൊരുവെയിലും മഴയിലുമൊക്കെ നിന്ന് സമരം നടത്തിയ ഹർഷീനയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി സമരം നടത്തിയ ആളുകളെ കണ്ടിട്ടുണ്ട്. മന്ത്രിമാരെയും മറ്റു ഉന്നത വ്യക്തികളെയും ഒക്കെ നിരന്തരം കൂടിക്കാഴ്ച നടത്തി തന്റെ ഈ തനിക്ക് പറ്റിയ ഈ പ്രശ്നത്തിൽ പരിഹാരം തേടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്തായാലും ഒരു വശത്ത് ഈ കൃത്യത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മറുവശത്ത് അവർ ചോദിക്കുന്ന അർഹമായ നഷ്ടപരിഹാരം കൂടി ഇനി ലഭിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അനീഷ്, ഇതിൽ മറ്റൊരു കാര്യം, ഈ പോലീസിന്, ഈ അന്വേഷണ സംഘത്തിന് അത്ര എളുപ്പമായിരുന്നില്ല ഈ ഒരു പ്രശ്നം. ഒരു സാധാരണ വീട്ടമ്മയുടെ പോരാട്ടമാണ്. അത് ഇത്രമാത്രം ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. കേരളം മുഴുവൻ ഹർഷീനയ്ക്ക് കൈത്താങ്ങായി നിൽക്കുകയും ചെയ്തു. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ കത്രിക അത് ഈ ആശുപത്രിയിൽ നിന്നല്ല എന്ന് തറപ്പിച്ച് പറയുന്നു ആരോഗ്യവകുപ്പും കോഴിക്കോട് മെഡിക്കൽ കോളേജും. ആ ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു പോലീസ് എന്നുള്ള സംശയമില്ല. അപ്പോൾ ഈ പോലീസ് എത്രത്തോളം സാക്ഷികളെ അവരുടെ മൊഴിയെടുത്തു, എത്രമാത്രം നീണ്ടു നിന്ന ഒരു അന്വേഷണമായിരുന്നു പോലീസിൻ്റെത്? എൽദോ, തീർച്ചയായും ഈ ആരോഗ്യവകുപ്പ് തന്നെ ആരോഗ്യവകുപ്പിലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അനാസ്ഥയിൽ അന്വേഷണം നടത്തുമ്പോൾ അതിൽ എത്രമാത്രം വാസ്തവം പുറത്തു വരും എന്ന് നമുക്ക് അറിയാം. അതിൽ ആത്മാർത്ഥമായ ഒരു സമീപനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. തുടർച്ചയായി ഹർഷീന അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതും. എന്നാൽ പോലീസിലെത്തുമ്പോഴേക്കും കാര്യങ്ങൾ മാറും. കാരണം പോലീസിലെത്തുമ്പോൾ ഇതൊരു കുറ്റകൃത്യം എന്ന രീതിയിലാണ് പോലീസ് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായ വൈദ്യശാസ്ത്ര രേഖകളുണ്ട്, മറ്റ് തെളിവുകളുണ്ട്. ഈ തെളിവുകളൊക്കെ അപഗ്രഥിച്ച് കൃത്യമായി ഈ കൃത്യത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഹർഷീനയുടെ തന്നെ മൊഴികൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഹർഷീന തന്നെ പറയുന്നതനുസരിച്ച്, വൈദ്യശാസ്ത്ര രേഖകൾ അനുസരിച്ച് 2012-ലും 2017-ലും 2 ഈ പ്രസവ ശസ്ത്രക്രിയകൾക്ക് ഹർഷീന വിധേയമായിരുന്നു. ആ 2 ശസ്ത്രക്രിയാ സമയത്തെയും അല്ലെങ്കിൽ ആ 2 പ്രസവവുമായി ബന്ധപ്പെട്ട സമയത്തെയും കൃത്യമായ രേഖകൾ, ഈ വൈദ്യശാസ്ത്ര രേഖകൾ ഹർഷീനയുടെ പക്കലുണ്ട്. അത് സ്കാനിംഗ് റിപ്പോർട്ട് അല്ലെങ്കിൽ എക്സ്റേ, അത്തരത്തിലുള്ള കുറിച്ചു കൊടുത്ത മരുന്നുകൾ, അങ്ങനെയുള്ള വിശദമായ രേഖകളൊക്കെ ഹർഷീനയുടെയിലുണ്ട്. അതിൽ 2017-ൽ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആണ് സ്കാനിംഗ് നടത്തിയത്. ആ സ്കാനിങ്ങിൽ, ഈ പ്രസവശേഷം നടത്തിയ ആ സ്കാനിങ്ങിൽ യാതൊരു തരത്തിലുമുള്ള ബാഹ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കത്രിക പോലുള്ള എന്തിൻ്റെയെങ്കിലും സാന്നിധ്യം വയറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് 2017-ൽ അടുത്ത ശസ്ത്രക്രിയ, നവംബറിലേക്ക് അടുത്ത ശസ്ത്രക്രിയ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. അപ്പോൾ ആ ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് പിന്നീട് ഈ വേദന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഹർഷീനയ്ക്ക് ഉണ്ടാവുകയും ഹർഷീന അതിനുള്ള ചികിത്സ തേടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായും എപ്പോഴാണ് ഈ വേദന വന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങിയത് എന്ന ഒരു കാലയളവ് ഈ ഹർഷീനയുടെ മൊഴിയിൽ നിന്നും പോലീസിന്റെ കയ്യിൽ കൃത്യമായുണ്ട്. അതായത് 2017 നവംബർ 30-ന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ആ തീയതി വെച്ച് കണക്കാക്കുകയും മുമ്പുള്ള സ്കാനിംഗ് റിപ്പോർട്ടുകളും പിന്നീടുള്ള സ്കാനിംഗ് റിപ്പോർട്ടുകളും താരതമ്യം ചെയ്യുന്നു. ഇപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കത്രികയും ഹർഷീനയുടെ വയറ്റിൽ നിന്ന് ലഭിച്ച കത്രികകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അങ്ങനെ പ്രതികളിലേക്ക് എത്തി എന്നാണ് അങ്ങനെ എത്തുകയായിരുന്നു പോലീസ്. അന്വേഷണത്തിന്റെ ആ ഒരു ദുർഘടമായിട്ടുള്ള പാത അത് വിവരിക്കുകയായിരുന്നു MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന്. എന്നാലും ഹർഷീനയ്ക്ക് നീതി അത് പൂർണ്ണമായും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സ്പോട്ടിലെ മറ്റൊരു വാർത്തയിലേക്ക് എത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം.
പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ പറയുകയാണെങ്കിൽ സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡ് ബേഡകത്ത് ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായി. ബേഡകം സ്വദേശി അസ്കറാണ് അറസ്റ്റിലായത്. ഡിസംബർ 5-നാണ് മുർസീനെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. KV ബൈജു നൽകും വിവരങ്ങൾ. ബൈജു, ഇതൊരു കൊലപാതകമാണ് എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എങ്ങനെയായിരുന്നു ഇതിന്റെ അന്വേഷണം? എൽദോ, സംസ്ഥാനത്ത് സ്ത്രീധന പീഡനത്തിന്റെ പേരിലുള്ള ആത്മഹത്യകൾ അത് ഒട്ടും കുറയുന്നില്ല. അതൊരു തുടർക്കഥയാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് പള്ളിക്കരയിലെ മുർസീന. ഈ മുർസീനയെ ബേഡകത്തെ ഭർത്താവിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുന്നു എന്ന് മുർസീന തന്നെ തന്റെ മാതാപിതാക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഡിസംബർ 5-നാണ് മുർസീന ഇത്തരത്തിൽ ഭർത്തൃ വീട്ടിൽ കിടപ്പുമുറിയിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഈ ബന്ധുക്കൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയും പിന്നീട് പോലീസ് വിശദമായി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒടുവിൽ ഈ അസ്കർ ഇത്തരത്തിൽ നിരന്തരം സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡനം നടത്തിയത് തെളിയുകയും ഗാർഹിക പീഡന നിയമപ്രകാരം ഈ കുറ്റം ചുമത്തി അസ്കറിനെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 2020-ലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. 2 വയസ്സുള്ള ഒരു കുട്ടി ഇവർക്കുണ്ട്. ഇതിൽ മാതാപിതാക്കൾ പ്രധാനമായും പറയുന്നത് നേരത്തെ മുർസീന ഇവരോട് ഇത്തരത്തിൽ നിരന്തരം സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന് പുറമെ ഈ മരണം നടന്ന വിവരം വളരെ വൈകിയാണ് ഈ കുടുംബങ്ങളെ അറിയിച്ചത്. ഇതൊക്കെ വലിയ സംശയത്തിന് ഇവർക്ക് ഇട നൽകി. അതുകൊണ്ട് തന്നെയാണ് അവർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയതും പിന്നീട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ബേഡകം പോലീസാണ് ഇയാളെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അസ്കറിനെ എതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാർഹിക പീഡന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപാണ് ഇതിന് സമീപം തന്നെ കളനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അധ്യാപിക, ഭർത്തൃമതിയായ ഒരു അധ്യാപികയാണ്, ഇവർ പ്രണയം നിഷേധം മൂലം ഈ ഇത്തരത്തിൽ കുട്ടിയെയും കൊണ്ട് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന് ഏതാനും മാസങ്ങൾക്ക് തൊട്ടു മുൻപ് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിരന്തരമായ ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നു. ഇതിനൊരു അറുതി ഇതുവരെ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് കാസർഗോഡ് ബേഡകത്തുണ്ടായ ഈ സംഭവം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. എൽദോ, ബൈജു, ഈ ബേഡകത്ത് ഈ ഭർത്തൃ വീട്ടിൽ ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു അത് ഒരു സ്ത്രീധന പീഡനമായിരുന്നു എന്നുള്ളത്, ആവശ്യപ്പെട്ടിട്ടുള്ള ഉപദ്രവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ബന്ധുക്കൾക്ക് മനസ്സിലാകാനുള്ള സാഹചര്യം എന്താണ്? ഹർഷിന ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഒപ്പം ഈ അസ്കർ മാത്രമാണോ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്? നിലവിൽ അസ്കർ മാത്രമാണ് ഇപ്പോൾ പ്രതിപ്പട്ടികയിലുള്ളത്. പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നേരത്തെ തന്നെ ഈ മാതാപിതാക്കളെ ഈ വിവരം ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന കാര്യം ഇത്തരത്തിൽ വിവരം മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭർത്തൃ വീട്ടിൽ കിടപ്പുമുറിയിലായിരുന്നു ഈ മുർസീന ഇത്തരത്തിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മരണം ബന്ധുക്കളെ, അതായത് മാതാപിതാക്കളെ അറിയിക്കുന്നതിലും വളരെ വൈകിയാണ് അറിയിച്ചതെന്ന ഒരു ആക്ഷേപം ഇവർ പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ സംശയത്തിന് ഇട നൽകുകയും ഇതേ തുടർന്ന് ഇവർ ഡിവൈഎസ്പിക്ക് നേരിട്ട് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബേഡകം പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ബേഡകം പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യം തെളിയുകയും അത് പ്രകാരം ഈ ഗാർഹിക പീഡന നിയമപ്രകാരമാണ് ഇപ്പോൾ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ വകുപ്പുകൾ പോലീസ് ചുമത്തുന്നത് സംബന്ധിച്ച് ആലോചന നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിൽ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷണത്തിലുണ്ട്. ഏതായാലും അസ്കറിന്റെ അറസ്റ്റ് മാത്രമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതും ബന്ധുക്കളുടെ ഇത്തരത്തിലുള്ള സംശയങ്ങളും ഈ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി. ബേഡകത്ത് തന്നെയാണ് ഇവരുടെ വീടും. ബേഡകത്താണ് ഭർത്താവിന്റെ വീട്. ഇവരുടെ വീട് പള്ളിക്കരയാണ്. മരിച്ച മുർസീനയുടെ വീടും പള്ളിക്കരയാണ്. എന്തായാലും ബന്ധുക്കൾ ശക്തമായി ഈ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ പോലീസ് അന്വേഷണം ഒടുവിൽ ഇയാൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എൽദോ, ശരി. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ബേഡകത്താണ് ഈ ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും യുവതിയുടെ ഭർത്താവ് അസ്കർ ഇപ്പോൾ അറസ്റ്റിലാകുകയും ചെയ്തത്. ഡിസംബർ 5-നായിരുന്നു മുർസീന മരിച്ച നിലയിൽ ആ വീട്ടിൽ കണ്ടെത്തുന്നത്. സ്പോട്ട് ലൈവ് വീണ്ടും കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും എത്താം. നമസ്കാരം. ഈ പരിപാടി